ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ രാഹുൽ ഷ്യൂ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നാല് പടങ്ങളാണ് റിലീസ് ചെയ്തത്. അതിനകത്ത് ആദ്യം കണ്ടത് ബസൂക്കയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജിംഖാനയാണ് ആദ്യം കാണേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നലത്തെ പ്രീ ടീസർ കണ്ടപ്പോൾ ബസൂക്ക നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആകും എന്ന് വിചാരിച്ച് ആ പടത്തിന് കയറി. അതിൻ്റെ റിവ്യൂ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. രണ്ടാമതാണ് ഇത് കണ്ടത്. ഇത് പക്ഷേ എല്ലാവർക്കും നല്ലൊരു ഹൈപ്പും അതുപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്ന പടമാണ്. അതുപോലെ തന്നെ റഷും കൂടുതൽ ഇതിന് തന്നെയായിരുന്നു. അങ്ങനെ പടത്തിന് കയറി എങ്ങനെയാണെന്ന് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു തവണ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ എൻ്റർടൈൻ ചെയ്തിരുന്ന് കാണാൻ പറ്റിയൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതിന് മുകളിൽ ചെയ്യായിരുന്നു പടത്തിൽ. കാരണം ഫസ്റ്റ് ഹാഫൊക്കെ നന്നായിട്ടാണ് പോയത്. ഫസ്റ്റ് ഹാഫ് തുടക്കവും അതുപോലെ തന്നെ ചിരിക്കാൻ കുറേ ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ സിറ്റുവേഷണൽ കോമഡിയാണ്. ഇൻ്റർവെല്ലൊക്കെ നല്ല രീതിയിലാണ് ഇൻ്റർവെല്ല് തുടങ്ങിയതും. പക്ഷേ ഇൻ്റർവെല്ല് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോക്സിങ് രംഗങ്ങളും നല്ലതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പടം എവിടെയും എത്തിയില്ല. സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ പ്രശ്നമാണോ അതോ ഡയറക്ടറിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അവസാനം എങ്ങനെ നിർത്തേണ്ടതെന്നൊരു കൺഫ്യൂഷൻ മൊത്തത്തിലുണ്ടായിരുന്നു. ആ വൗ ഫാക്ടർ ഉണ്ടായിരുന്നില്ല. ചില സീൻസൊക്കെ നല്ല കൈഡി കിട്ടിയിട്ടുണ്ട് സീൻസിന്. നസ്ലിൻ്റെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ആ തണ്ണീർ മത്തലിന് മറ്റേ ബ്രോ ഉണ്ടല്ലോ, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ട്, എനിക്ക് എല്ലാവരും പേരറിയില്ല. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയമൊന്നുമല്ല, ആരും കുറവില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റിൽ ചെറിയൊരു പാളിച്ച വന്ന കാരണം നമുക്ക് ആ വൗ ഫാക്ടർ പോയി ആവറേജ് അഭിപ്രായത്തിലേക്ക് വരും പടം എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോയും ചാനലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും. അതും കണ്ട് അഭിനയിച്ചവരെ പറ്റി പറയുകയാണെങ്കിൽ നസ്ലിൻ ഓഫ് കോഴ്സ് സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലുക്മാൻ, ഗണപതി, കോട്ടയം നസീർ, സന്ദീപ് ബ്രോ, ബേബി ജീൻ, പിന്നെ ഇതിനകത്ത് കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഇത് നല്ല പടമായിട്ട് തോന്നും, ചിലവർക്ക് അടിപൊളിയായിട്ട് തോന്നും. എന്തായാലും നിങ്ങൾ കാണുക, എന്നിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസും അപ്ഡേറ്റഡ് വീഡിയോസും ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരും. അതും കാണുക, സപ്പോർട്ട് ചെയ്യുക.